ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ വ്ളോഗാണേ. അപ്പം ഞങ്ങളിപ്പോൾ എവിടെയാണ് പോയെന്നല്ലേ, പൊയിൽക്കാവിലൊരു താമരപ്പാടമുണ്ട് കേട്ടോ. താമരപ്പാടം എപ്പോൾ ഉള്ളതല്ല, ഇപ്പോൾ കുറേ താമര വിരിഞ്ഞിട്ടുണ്ട്. അത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് വീഡിയോ കണ്ട ഉടനെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്നതാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ പേരൊക്കെ ഇറങ്ങി പറിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഏട്ടൻ നെഹി പറഞ്ഞു കേട്ടോ ഗൈസ്. കാരണം ഏട്ടൻ ഈ ചളിയൊന്നും ഇഷ്ടമില്ല, ഏട്ടൻ ഭയങ്കര പരിഷ്കാരിയാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ അകത്ത് പാമ്പുണ്ടെന്ന് അവിടെ നിന്ന് കുറേ പേരൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വിട്ടത് കാപ്പാട് ബീച്ചിലേക്കാണ്. ബീച്ചിലെത്തിയതും ആദ്യം തന്നെ ഫുഡടിയാണ് തുടങ്ങിയത്. നേരെ തട്ടുകടയിൽ നിന്ന് കല്ലുമ്മക്കായും ഉള്ളിവടയും പിന്നെ പഴംപൊരിയും പിന്നെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചു കേട്ടോ. എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ അവിടെ കപ്പ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റ് കപ്പ ബിരിയാണിയും പറഞ്ഞു. ചേട്ടൻ അത് തന്നു. അപ്പോൾ അച്ഛനും കൂടെ അത് കഴിച്ചു. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ച് ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ ഏട്ടൻ നേരെ പോയത് പട്ടം വാങ്ങാനാട്ടോ, കൈറ്റ്. ഞാൻ ഇതുവരെ കൈറ്റ് പറപ്പിച്ചൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ഇന്ന് ഫസ്റ്റ് ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏട്ടൻ ഇതിൻ്റെ അകത്തൊരു എക്സ്പേർട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ പട്ടം പറത്താൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഏട്ടനൊരു എക്സ്പേർട്ട് തന്നെ കേട്ടോ. ആ നൂല് മൊത്തം ഏട്ടൻ കംപ്ലീറ്റ് ചെയ്തു. മൊത്തം ഒരുപാട് ഹൈറ്റിലെത്തി. അപ്പോൾ അത് കഴിഞ്ഞ് നൂലൊക്കെ തീർന്നപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചേട്ടനും ഫാമിലിക്കും അത് കൊടുത്തു കേട്ടോ. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് പട്ടം വിട്ടുപോയി. അങ്ങനെ അത് പോയി. അപ്പോഴത്തേക്കും സണ്ണൊക്കെ സെറ്റായിട്ടോ. സൺസെറ്റിന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ അതേ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ പോയപ്പോൾ ഒരു പട്ടിക്കുട്ടീനെ കണ്ടു. അപ്പോൾ ബൈ ഗായ്സ്.